നെവിനും അനുവും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനു വയ്യാതെ എങ്ങാണ്ടായിരിക്കും, ചിലപ്പോൾ സുഖമില്ലാതെ ആയിരിക്കും പോയി കിടക്കുന്നത്, ബെഡിനകത്ത് പോയി കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഫുഡ് കിട്ടാത്തതിന്റെ ക്ഷീണം കാരണമായിരിക്കാം. കാരണം ഇപ്പം ക്യാപ്റ്റന്മാരായിട്ട് കയറിയിട്ടുള്ള കിച്ചൺ ടീമിൽ കയറിയിട്ടുള്ള 3 വാടകളുണ്ടല്ലോ, സമയത്ത് ഫുഡ് കൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. രാവിലെ കൊടുക്കേണ്ട ഫുഡ് ഉച്ചയ്ക്കാണ് കൊടുക്കേണ്ടത്, ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡ് വൈകിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാരണം പോയി കിടന്നതാണെന്ന് അറിയത്തില്ല, ഫുഡ് കഴിക്കാത്തതിന്റെ പേരിൽ ചിലപ്പം തലവേദനയായിട്ട് പോയി കിടന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അനുമോള് കട്ടിലിൽ കിടക്കുന്നുണ്ട്. അപ്പം നെവിൻ അവിടെ വന്നിട്ട് എണീക്കാൻ പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, നീ നിന്റെ പണി പോയി നോക്കാൻ പറയുന്നുണ്ട്, ഞാനിവിടെ കിടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിക്കലും ഇവൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ നെവിൻ്റെ. ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ആര്യനും അനുവും സാവുമാനും ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യാൻ നേരത്ത് ഇതുപോലെ വെള്ളം കുരുവൊഴിച്ചല്ലോ. അപ്പം അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അത് അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കണമായിരുന്നു. കാരണം അനുവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളിക്കാരിക്ക് അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതായിപ്പോയി. വെള്ളം ഒഴിച്ചു എന്ന് തന്നെ പറയണമായിരുന്നു. കാരണം അന്ന് നമ്മൾ കണ്ടതാണ്. കാരണം കൈ കുടഞ്ഞിട്ട് വെള്ളം ദേഹത്ത് ഒഴിക്കുന്നത്. അതേപോലെ ഇതുപോലെ ഈ ഒരു പ്രൊമോയ്ക്കകത്തും കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുക്കിയിട്ട് പുറത്തോട്ട് ഒഴിക്കുന്ന നെവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ദേഷിച്ച് അനു പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ്റെ തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. അതേ പറഞ്ഞാൽ തലയിൽ കൂടെ അല്ല ഒഴിക്കേണ്ടത്, വാ തുറന്നിട്ട് വായിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. വെറുപ്പീരിൻ്റെ എക്സ്ട്രീം ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ നെവിൻ. ഉള്ള കാര്യം പറഞ്ഞല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ നെവിൻ്റെ വെറുപ്പീര് കണ്ട് ഞാൻ മടുത്തു. ഉള്ള കാര്യം ഞാൻ പറയാം. രാവിലെ തൊട്ടൊന്ന് ഫൈറ്റായിരുന്നു. ഇന്ന് കിച്ചണിൽ വഴക്കായിരുന്നു ഷാനവാസുമായിട്ട്. എനിക്ക് തോന്നുന്നു ഷാനവാസ് നല്ല രീതിയിൽ വലിച്ചീരി ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ദേഷ്യം തീർത്താൻ തോന്നുന്നു അനുവിൻ്റെ അടുത്ത്. കാരണം സമയാസമയത്ത് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല. രാവിലെ കഴിക്കേണ്ട ഫുഡ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാണ്. എന്നിട്ട് ഇവർ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കിച്ചൺ ടീമിലുള്ള ഈ 3 പേരും വയറ് നിറച്ച് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി മോഷ്ടിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഫുഡ് മോഷ്ടിച്ച് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ ഒരു കിച്ചൺ ടീമിലേക്ക് ക്യാപ്റ്റന്മാരായിട്ട് പോയിട്ടുള്ളത്. 3 വാഴകളെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് നെവിനും അക്ബറും ഇരുന്ന് മോഷ്ടിച്ച് ഫുഡിരുന്ന് അടിക്കുന്നത്, അതുപോലെ ചായ ഇട്ട് കുടിക്കുന്നത് ഇവർ. കാരണം ഇപ്പോൾ 9 പേരേ ഉള്ളൂ. അപ്പം ഇന്ന് ഷാനവാസും ഈ നെവിനും തമ്മിലുള്ളൊരു വഴക്കിനകത്ത് ഷാനവാസ് കറക്റ്റ് കാര്യമാണ് പറയുന്നത്. കാരണം ഇഷ്ടം പോലെ ഫുഡ് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങൾ, ആവശ്യത്തിലധികം സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എടുത്ത് എത്ര ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് തരത്തിലുള്ള ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ അതുപോലും ചെയ്യുന്നില്ല. എന്നിട്ട് ഒരു കറി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഷാനവാസ് ചോദിച്ചു, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഈ ഒരു കറി മാത്രമാണോ നിങ്ങൾ ഇത്രയും നേരം ഉണ്ടാക്കിയത്? അതാ ഇവർക്ക് ഫുഡ് കൊടുത്തതും താമസിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും താമസം എടുത്തിട്ട് ഒരു കറി ഉണ്ടാക്കാനാണോ ഇത്രയും നേരം നിങ്ങൾ നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള പട്ടിണിക്കിട്ട് കറക്റ്റ് സമയത്ത് പോലും ഫുഡ് തരാതെ ഇത്രയും നേരം നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിന്നെയാണോ എന്ന് ഷാനവാസ് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ്. അപ്പോൾ നെവിൻ പറയുവാണ്, നിനക്ക് വേണമെങ്കിൽ തിന്നാൽ മതി, നിന്റെ ഈ ഇവിടെ തരുന്നത് നക്കിയിട്ടങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ചെറ്റത്തരം പറയില്ലെന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ നെവിന്റെ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഭൂലോക എന്തോ മലമറിക്കുന്ന ടാസ്ക് കണ്ട് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിന് മുമ്പുള്ള സീസണിലും പല ആൾക്കാരും പല ടാസ്കുകളും ചെയ്യുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി കറക്റ്റ് സമയത്ത് അവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് ടാസ്ക് കളിക്കുന്നതും. അതുപോലെ ടാസ്ക് കഴിഞ്ഞിട്ടും കറക്റ്റ് സമയത്ത് ഫുഡും 3 നേരം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സീസണും ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 2 നേരം ഫുഡ് കൊടുക്കുന്നത്, അതും ഈ ഒരു ടാസ്കിന്റെ പേരും വന്നിട്ട്. അങ്ങനെ രാവിലെ നെവിനും ഷാനവാസും നല്ല ഫൈറ്റ് ആയിരുന്നു. ഷാനവാസ് വലിച്ചു കീറി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നെവിന്റെ അഹങ്കാരത്തിന്. കാരണം ഇവര് ഫുഡ് കഴിക്കുന്നുണ്ട്, മറ്റുള്ളവർ പട്ടിണി. കാരണം അവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇന്നലെ തന്നെ നൂറ ഫുഡ് കഴിക്കാതിരുന്ന പുള്ളിക്കാർക്ക് ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ലൈവിനകത്ത് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ നെവിൻ, ഇവർ 3 പേരാണ് കിച്ചൺ ടീമിൽ. ഇത്രയും പ്രശ്നങ്ങൾ ഷാനവാസും നെവിനും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും അക്ബർ അവിടെ പോയി ബീൻ ബാഗിൽ പോയി കിടക്കുവാണ്. എന്നിട്ട് പോലും അക്ബറിനെ നെവിൻ വിളിക്കുന്നില്ല. അപ്പൊ ഇത് പ്രശ്നം ഇവർ തമ്മിൽ വഷളാവും എന്നറിഞ്ഞപ്പോഴത്തേക്ക് എണ്ണീച്ച് കിച്ചണിൽ വന്നിരിക്കുന്ന അക്ബർ. അപ്പം ഈ അക്ബറിന്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും, അപ്പം മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അക്ബർ നൈസായിട്ട് തടി ഊരിയത്, കാരണം പുള്ളിക്കാരന് ജോലിയൊന്നും ചെയ്യാൻ പറ്റും വയ്യ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്തായാലും വളരെ മോശമാണ്. എന്തായാലും ഇവിടെ കാണിച്ചത് ഈ അനുവിൻ്റെ അടുത്ത് കാണിച്ചത്, കാരണം അനു ഈ പറഞ്ഞിട്ടുള്ള
നെവിൻ അങ്ങോട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ച് വെള്ളം ഒഴിക്കുന്നു. അപ്പം അതിൻ്റെ വാശിക്ക് ഇവൻ അവിടെ പോയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കിടക്കുന്ന ബെഡിനകത്ത് വെള്ളം ഒഴിച്ചിരിക്കുന്നു അല്ലേ. ആ പ്രൊമോയ്ക്കകത്ത് കാണുന്നുണ്ട് അനുവിൻ്റെ കാല് കാണിക്കുന്ന സമയത്ത് ആ ബെഡൊക്കെ നനഞ്ഞിരിക്കുന്നത്. അപ്പം ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയും കൂടാണ് ഇവൻ നശിപ്പിച്ചത്. അതൊക്കെ ഉണങ്ങി വരാൻ കുറേ സമയം എടുക്കും അല്ലേ. പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടുന്ന സാധനമല്ല ബെഡിനകത്തൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു സത്യം പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കാര്യം എടുത്തിട്ട് ഇവനെ അലക്കണം, അതാണ് വേണ്ടുന്നത്. സത്യം പറഞ്ഞാൽ വെറുപ്പിച്ച് എക്സ്ട്രീം ലെവലിലോട്ടിരിക്കുവാണ്. ക്യാപ്റ്റൻസി കൈ കിട്ടിയപ്പം എന്തോ വലിയ സംഭവം പോലാണ് കാണിക്കുന്നത്. ആരിൻ്റെ അടുത്ത് ആജ്ഞാപിക്കുവാണ്. ഞാൻ ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാജാവ് എന്നുള്ള നിലയ്ക്കാണ് ഇവൻ പെരുമാറുന്നത്. ആരിൻ്റെ അടുത്ത് പറയാണ് വെള്ളം എടുത്തോണ്ട് പോവാ, ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലേ. ഇതിനു മുമ്പും പല ആൾക്കാരും അവിടെ ക്യാപ്റ്റനായിട്ടുണ്ട്. പല ആൾക്കാരും ക്യാപ്റ്റന്മാരായിരുന്ന സമയത്ത് പലരും ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ജോലി ചെയ്യാതെ ജോലി ചെയ്യാതെ ഉറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ട് അനീഷ് എത്ര വട്ടം കടന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ. ക്യാപ്റ്റൻ ആയിട്ടിരുന്ന സമയത്ത് വെസലിലായിരുന്ന സമയത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ഇവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും ഈ നിവിന്റെ ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഇത്രയും ആത്മാർത്ഥയും കാര്യങ്ങളൊന്നും ഇതൊന്നും കണ്ടില്ലല്ലോ. പല ആൾക്കാരും അവിടെ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ലോ. ആര്യൻ ഇപ്പം ഈ ആഴ്ച തന്നെ നോക്കിയതേക്ക് അല്ലെങ്കിലും ആര്യൻ അങ്ങനെ തന്നെയാണ്. ക്യാപ്റ്റനായി ഇരിക്കുമ്പോൾ തന്നെ ആര്യൻ രാവിലെ പോയി പാട്ടിന് മോർണിംഗ് സോങ് കേൾക്കുമല്ലോ. മോർണിംഗ് സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ആര്യൻ വന്ന് കിടന്നുറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല. അനു അവിടെ പോയി കിടന്നതാണ് പുള്ളിക്കാരന് ഇത്രയും കുഴപ്പം. അപ്പൊ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അനു എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യുന്ന, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ്റെ ഒരു ക്യാരക്ടർ. കഴിഞ്ഞ ടാസ്കിനകത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ പല ആൾക്കാരും കൈവിട്ടിട്ട് പോലും ഈ നെവിൻ അവിടെ ഒന്നും പറഞ്ഞില്ല. അനു കൈവിടുന്നതും അനു കാല് മടക്കി വെക്കുന്നതും എല്ലാം അതാണ് നെവിന് പ്രശ്നം. അവിടെ അവിടെ ഇരുന്നിട്ട് കമന്ററി പറയുന്നുണ്ടായിരുന്നു. അനു അങ്ങനെയല്ല നിൽക്കേണ്ടത്, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇത്രയും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഗെയിം കളിക്കുന്ന വേറൊരു വ്യക്തി ആ ബിഗ് ബോസ് വീട്ടിലില്ല അല്ലേ. വെറുപ്പീരിന്റെ എക്സ്ട്രീം ലെവലാണ് ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ മോശമാണ് കാണിക്കുന്നത്. കാരണം 9 പേരേ ഉള്ളൂ. 9 പേരും ആവശ്യത്തിലധികം സാധനങ്ങളും ഉണ്ട് അല്ലേ. അപ്പം 10ഉം 20ഉം പേരുണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിലാണ് കിച്ചൺ, നമുക്കറിയാം സ്റ്റാർട്ടിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് കിച്ചൺ ഹാൻഡിൽ ചെയ്തുകൊണ്ട് വന്നത്. അത്രയും ആൾക്കാർക്ക് നല്ല രീതിയിലാണ് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അനുവാണ് നല്ല രീതിയിൽ അവിടെ കിച്ചൺ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തൊക്കെ വിഷയം ഉണ്ടായാലും എന്തൊക്കെ വഴക്കുണ്ടായാലും അവിടെ ഫുഡ് കൊടുക്കേണ്ട കറക്റ്റ് സമയത്ത് പുള്ളിക്കാരി ഫുഡ് കൊടുക്കുന്നുണ്ട്. കിച്ചണിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സാധനം പോലും മോഷ്ടിച്ച് കഴിക്കത്തുമില്ലായിരുന്നു കിച്ചണിൽ നിന്ന സമയത്ത്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആദില, നൂറ അവരോടൊക്കെ ചേർന്നിട്ട് പുള്ളിക്കാരി എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നത് തന്നെ. നേരത്തെ ഒന്നും പുള്ളിക്കാരി ഒന്നും എടുത്ത് കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഈ നെവിനും ഈ പറഞ്ഞിട്ടുള്ള അക്ബറും ആരും ഇവരൊക്കെ അന്ന് തൊട്ട് മോഷ്ടിച്ച് കഴിപ്പാണ് ഇവരെ ജോലി. ഇപ്പം കിച്ചണിൽ കയറിയപ്പോഴത്തേക്ക് കിടക്കുന്നു. അവിടെ ഇരുന്നിട്ട് ആ ബീൻ ബാഗിൽ പോയിരുന്നിട്ട് കമന്ററി പറയാനേ ഇവരെ കൊണ്ട് പറ്റൂ. കിച്ചണിലോട്ട് ഇപ്പം കയറിയപ്പം കിച്ചണിലെ പണി എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഭയങ്കര സുഖമുള്ള പരിപാടിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ കാലും കയറ്റി ബീൻ ബാഗിൽ പോയി ഇങ്ങനെ വിശാലമായിട്ട് കടന്നിട്ട് കിച്ചണിൽ ജോലി എടുക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ മാത്രമേ ഇമാർക്ക് അറിയത്തുള്ളൂ അല്ലേ. സമയാസമയം ഫുഡ് ഇവന്മാരെ കൈയുടെ കീഴിൽ കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിന്നിട്ട് അതിനെ പറ്റിയിട്ട് കുറ്റം പറയുമായിരുന്നു ഇവന്മാരെല്ലാം ജോലി. ഇപ്പൊ ഒന്നും പറ്റുന്നില്ല. ഇപ്പം കിച്ചണിലോട്ട് കയറി കഴിഞ്ഞപ്പം ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി അല്ലേ. അപ്പൊ എന്തായാലും വളരെ മോശം കിച്ചൺ ടീം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആഴ്ചത്തെ ക്യാപ്റ്റന്മാർ തന്നെ ഏറ്റവും അട്ടർ വേസ്റ്റ് എന്ന് തന്നെ പറയാം. 3 ക്യാപ്റ്റനും വേസ്റ്റാണ്. കിച്ചണിലോട്ട് കയറിയ ഈ ക്യാപ്റ്റന്മാരും വേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാവരും 2 നേരമാണ് ഫുഡ് കഴിച്ചുകൊണ്ട് പോകുന്നത്. മറ്റുള്ളവർ 2 നേരം കഴിക്കുമ്പോഴത്തേക്ക് ഇവന്മാർ കഴിക്കുന്നുണ്ട്. ഇവർ 3 നേരം വിശാലമായിട്ട് 3 അല്ല 4 നേരം കഴിക്കുന്നുണ്ട്. കാരണം മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ പോയി കട്ടെടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇതൊക്കെ ഈ ഷാനവാസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അനീഷിന്റെ കയ്യിൽ നിന്നോ അനുവിന്റെ കയ്യിൽ നിന്നോ വന്നിട്ടുള്ള മിസ്റ്റേക്സുകളാണെങ്കിൽ ഇവരൊക്കെ എന്തോ ചെയ്യുന്നതിന് ഭൂകമ്പം ഉണ്ടാക്കിയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടിട്ട് അത് ചർച്ചയാക്കി ഭയങ്കര വിഷയം തന്നെ ഉണ്ടാക്കിയെടുത്തേനെ അല്ലേ. അത് ജയിൽ നോമിനേഷൻ ചെയ്യും, ജയിലിലേക്ക് വിടുന്നു. ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ചേർന്നിട്ട് ആക്രമിക്കുന്നു. ഇപ്പം ഈ ആഴ്ച കാണും ആരാ ജയിലിലേക്ക് വിടുന്നേ. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഈ 3 എണ്ണത്തിനും ജയിലിലേക്ക് വേണം. 3 പേരെ അടുപ്പിച്ച് ഒരുമിച്ച് ജയിലിലേക്ക് പറഞ്ഞു വിടണം. അതാണ് വേണ്ടുന്നത്. ഇന്ന് തന്നെ ഈ അനുവും ഈ നെവിനും തമ്മിലുള്ള ഒരു ഫൈറ്റിനകത്ത് ഈ നെവിൻ കാണിച്ചത് ഭയങ്കര ഈ പറഞ്ഞിട്ടുള്ള നെവിന്റെ വേറൊരു ഫേസാണ് അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു രീതിയിലുള്ള ഒരു അക്രമമാണ് ഈ നെവിൻ കാണിച്ചു കൂട്ടുന്നത് അല്ലേ. അന്ന് നമ്മൾ ഈ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്ക് തന്നെ കണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല ഷാനവാസിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ കണ്ടതാണ് കത്തി എടുത്തുകൊണ്ട് ഉറച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പം കണ്ടില്ലേ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു കിടക്കുന്ന ബെഡിനകത്ത് കൊണ്ട് ഒഴിക്കുന്നു. എന്തൊക്കെ ഒരു സത്യം പറഞ്ഞാൽ വെറുപ്പീരിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രാവിലെ തന്നെ അനുവും അക്ബറും തമ്മിൽ ഈ ഒരു ഫുഡിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. ഷാനവാസും നെവിനും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അക്ബർ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുവിനെ കുറ്റം പറയുന്ന അക്ബർ, അനു എന്താണ് പറയുന്നത്, എല്ലാം ഉണ്ടാക്കി തന്നിട്ട് കണക്ക് പറയും ലാലേട്ടാന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഈ അക്ബർ കണക്ക് പറഞ്ഞല്ലോ, രാവിലെ 2 ദോശ ചുറ്റി കൊടുത്തതിന്റെ അനു ചോദിച്ചപ്പോഴത്തേക്ക് നിനക്ക് ഞാനാ രാവിലെ ഞാൻ ഉണ്ടാക്കി തന്ന ദോശ നീയൊക്കെ തിന്നേന്ന് കണക്ക് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇപ്പം ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇപ്പൊ കിച്ചണിൽ കയറി അവിടെ ഉണ്ടാക്കുന്നതിന്റെ വേദനയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഈ ഒരു ഇവര് കയറി പിന്നെ അക്ബറും ഈ പറഞ്ഞിട്ടുള്ള ആരും കിച്ചൺ ടീമിലൊന്നും കയറി ഒരു ജോലിയും ചെയ്യുന്നില്ല. അവിടെ നെവിൻ മാത്രമാണ് കുറച്ചെങ്കിലും ചെയ്യുന്നത്. ഇവര് രണ്ടും ആ ബീൻ ബാഗിൽ പോയി അവിടെ കിടക്കുന്നതല്ലാതെ വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ